ഹായ്, ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണ്. അവളുടെ വയറ്റിൽ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാണ്, എന്തോ ഒരു പെയിൻ പോലെ. അവൾ കുറച്ച് കഴിഞ്ഞ് അവൾക്കൊരു വെറ്റ് ഫീലിംഗ് തോന്നുകയാണ്. അവൾ മെല്ലെ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൾ സൈഡിലേക്ക് നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ അവളെ നോക്കി എന്തൊക്കെയോ പറയുകയോ ചിരിക്കുകയോ പിറുപിറുക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ബാത്റൂമിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് കാണുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പീരീഡ്സിനെ പറ്റി ഒരു പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു സമയത്ത് ആ പെൺകുട്ടി, അവളുടെ ഫസ്റ്റ് പീരീഡ്സ് ആണ്, ആദ്യമായിട്ട് പീരീഡ് ആവുകയാണ്, അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പീരീഡ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പല വീടുകളിലും വളരെ നാണക്കേടുള്ള കാര്യമായിട്ടാണ് കരുതുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഷെയിംഫുൾ, ഇറ്റ്സ് പവർഫുൾ. ആദ്യ പീരീഡ്സ് ആവുമ്പോൾ പെൺകുട്ടികൾക്ക് വളരെയധികം പേടിയും ഒരു വിഷമവും ഒരു അങ്കലാപ്പൊക്കെ ഫീൽ ചെയ്യും. കാര്യം ഇതെന്താണ്, എങ്ങനെയാണ്? പേരൻസ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ ആൺമക്കൾക്കും പീരീഡ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളുടെ ഫസ്റ്റ് പീരീഡ്സ് സെലിബ്രേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണെന്നല്ലേ? അവൾക്ക് തോന്നണം അവളൊരു രാജകുമാരിയാണെന്ന്. നിങ്ങളുടെ മകൾ ഒരു രാജകുമാരിയാണെന്നുള്ള ഫീലിംഗ് അവൾക്ക് കൊടുക്കണം. അവളൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആണെന്നുള്ളൊരു ഫീൽ അവിടെ കൊടുക്കണം. അല്ലാതെ പീരീഡ്സ് ആകുമ്പോൾ എന്തൊക്കെയോ മോശം കാര്യമാണ്, അത് നിഷിദ്ധമാണ്, ഒളിച്ചും പാത്തും നടക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മക്കളെ പേടിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. അവിടെ അവളൊരു മെച്ചുവേർഡായിട്ടുള്ള കുട്ടിയാകാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവളൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അവൾ മദർഹുഡിലേക്ക് കടക്കുകയാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ശരിക്കും അവളുടെ ഫസ്റ്റ് പീരീഡ്സ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് മേടിച്ചു കൊടുക്കുക, അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കൊടുത്ത് അവൾക്ക് നല്ല സന്തോഷം കൊടുക്കുക. അപ്പോഴാണ് അവൾക്ക് തോന്നുക ഈ പീരീഡ്സ് എന്ന് പറയുന്നത് സംതിങ് ടു സെലിബ്രേറ്റ്, അത് ഒരു ആഘോഷമാക്കാനുള്ള കാര്യമാണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുക. ആൺമക്കൾക്ക് എന്തുകൊണ്ട് പീരീഡ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കണം എന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി പീരീഡ്സ് ആയ ഒരു സ്റ്റെയിൻ കാണുമ്പോൾ ആൺകുട്ടികൾ ചിരിക്കണോ അതോ അവളെ ഹെൽപ്പ് ചെയ്യണമോ എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ ആൺമക്കൾക്കും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. നിങ്ങൾ പേരൻസ് പീരീഡ്സ് ആവുമ്പോൾ ആൺമക്കളോട് പറയാറുണ്ടോ? മക്കൾ ചോദിക്കും, അമ്മ എന്താ വല്ലാതെ ഡള്ളായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മക്കൾ പീരീഡ്സ് ആണ് എന്ന് പറയാറുണ്ട്. പല വീടുകളിലും അങ്ങനെ പറയുമ്പോൾ വയസ്സായ ആൾക്കാർ പറയും, നിനക്ക് നാണം ഇല്ലേ? സ്വന്തം ആൺമക്കളോടെയാണോ പീരീഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നത്? അതുപോലും വളരെ നിഷിദ്ധമായിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അതൊക്കെ കാലം കഴിഞ്ഞു. പണ്ട് കാലത്തായിരുന്നു അങ്ങനെ. ഇന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് പീരീഡ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നാണക്കേടും ചമ്മലും വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. അതുപോലെ പാഡൊക്കെ ഒളിച്ചു കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. ഇതൊക്കെ ഒരു നോർമൽ കാര്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ, സ്ത്രീകളുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനെയൊക്കെ ഒരു സാധാരണ രീതിയിൽ കാണാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു അവബോധം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് പീരീഡ്സിന്റെ ആ ഒരു കാലഘട്ടം ഒന്ന് ഓർത്തു നോക്കിയതാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ വീടിൻ്റെ ടെറസിൽ ആരും കാണാതെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞ എന്നെ. കാര്യം എനിക്കറിയില്ല എന്താണെന്ന്. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല പീരീഡ്സ് എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായിക്കഴിഞ്ഞാൽ എന്താണ്. എനിക്ക് വല്ലാത്തൊരു ലോൺലിനെസ് ആണ് ഫീൽ ചെയ്തത്. കാര്യം അന്ന് എനിക്ക് അങ്ങനെ വലിയൊരു കെയറോ സ്നേഹമോ എല്ലാവരും വരികയോ ഗിഫ്റ്റുകൾ തരികയോ അല്ലെങ്കിൽ പേരൻസ് തന്നെ അങ്ങനെ വലിയൊരു പാമ്പറിങ്ങോ സ്നേഹമോ ഒന്നും കാണിച്ചില്ല. അപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു പേടിയാണോ, എന്താണെന്ന് അറിയേയില്ല, അമ്മയൊന്നും പറഞ്ഞു തരുന്നുമില്ല, ആരില്ലെന്നും ഞാൻ കേട്ടിട്ടുമില്ല. ഇതെന്താണെന്ന് അറിയാതെ മുഖം പൊത്തിയിരുന്ന് കരഞ്ഞ ഞാൻ എന്നെ ഓർക്കുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് എടുക്കാനുള്ളൊരു കാര്യം, രാവിലെ എൻ്റെ മെഗാമീറ്റപ്പ് ഗ്രൂപ്പിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു മെസ്സേജ് അയച്ചു, ടീച്ചറമ്മേ എൻ്റെ മോൾ ഇന്നലെ വലിയ കുട്ടിയായിട്ടോ. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും പെട്ടെന്ന് ടീച്ചറമ്മേ എന്ന് വിളിച്ചിട്ട് ആ ഒരു പറച്ചിലൊരു അമ്മയോടൊരു മകൾ പറയില്ലേ എൻ്റെ കുഞ്ഞ് ഋതുമതിയായി എന്ന്, ആ ഒരു ഫീലിംഗ് എൻ്റെ കണ്ണ് നിറച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഇങ്ങനൊരു വീഡിയോ ചെയ്യണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. കാര്യം പല അമ്മമാർക്കും മക്കളോട് പറയാൻ നാണക്കേടാണ്. നിങ്ങൾ ഈ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുക. മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മുടെ ആൺമക്കൾക്കും പീരീഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഭാവിയിൽ അവർ സപ്പോർട്ടീവ് ആവുകയുള്ളൂ, അതുപോലെ റെസ്പെക്റ്റ്ഫുൾ ആവുള്ളൂ. സ്ത്രീകളോട് കൈൻഡായിട്ട് പെരുമാറാൻ അവർക്ക് അറിവ് ലഭിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിലൂടെയാണ്. എല്ലാ അമ്മമാരും പീരീഡ്സിനെ കുറിച്ചുള്ള ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തീർച്ചയായും പറഞ്ഞു കൊടുത്തിരിക്കണം.
ഒന്നാമത്തത്, എന്താണ് മെൻസ്ട്രേഷൻ? ഒരു പെൺകുട്ടിയുടെ ശരീരം അമ്മയാകാൻ വേണ്ടിയുള്ള ആ ഒരു പ്രിപ്പറേഷനാണ്. എല്ലാ മാസവും യൂട്രസിൻ്റെ ആ ഒരു ലൈനിങ് കൊഴിയുകയും അത് ബ്ലഡായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. അതെല്ലാ സ്ത്രീകൾക്കും സംഭവിക്കുന്ന നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ മക്കളോട് പറയുക, 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിൽ സ്വാഭാവികമായി എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നതാണ് പീരീഡ്സ്. ഇപ്പോൾ കുറച്ച് നേരത്തെ ആകുന്നുണ്ട് ചില കാരണങ്ങൾ കൊണ്ട്. കുഞ്ഞുങ്ങളോട് പറയേണ്ടത്, മക്കളെ നിങ്ങളുടെ ശരീരം ഹെൽത്തിയാണ്, അതുപോലെ അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പീരീഡ്സ് ഉണ്ടാകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? എന്താണ് പാഡ്സ്, അതുപോലെ മെൻസ്ട്രൽ കപ്സ് എന്താണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ പീരീഡ്സ് സമയത്ത് പാലിക്കേണ്ട ഹൈജീനെ പറ്റി അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്ങനെ ട്രാക്ക് ചെയ്യണം എന്നുമുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ആൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല, പെൺകുട്ടികളെ ആ സമയത്ത് കളിയാക്കരുത്, അവരെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമുള്ളൊരു മനസ്സുണ്ടാകണം എന്ന് ആൺമക്കൾക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പീരീഡ്സ് പെയിനെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവബോധം നൽകുക. ചില കുഞ്ഞുങ്ങൾക്ക് പീരീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു പേടി സ്വപ്നമാണ്. കാര്യം ഭയങ്കരമായിട്ടുള്ള പെയിന്, ക്രാംസ്, ഇതൊക്കെ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് പെയിൻ ഹീൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഹോപ്പണോപ്പണോ പ്രയർ ഒക്കെ എങ്ങനെ ചെയ്യേണ്ടത് ടീച്ചർ പറഞ്ഞു തന്നില്ല. അതായത് വയറിൽ കൈവച്ചിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, അത് കുറേ തവണ ചൊല്ലാനായിട്ട് പറയുക. അപ്പോൾ ആ ഒരു പെയിൻ കംപ്ലീറ്റ്ലി മാറുന്നതാണ്. സാധാരണ പീരീഡ്സിൻ്റെ സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ പേരൻസ് മനസ്സിലാക്കുക, ചില സമയത്ത് കുഞ്ഞുങ്ങൾ ആ ഒരു കിഡ്സ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് കടന്ന് ടീനേജിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ പീരീഡ്സ് ആകുന്ന സമയത്തൊക്കെ കുറച്ച് മൂഡ് സ്വിങ്സ് കാണിക്കും. നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്ന് കുറേ മാറ്റങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, പൊട്ടിത്തെറിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, അല്ലെങ്കിൽ പേരൻസിൽ നിന്ന് കുറച്ച് ഡിറ്റാച്ച് ആയൊക്കെ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണുമ്പോൾ അയ്യോ എൻ്റെ മകൾ എന്താ ഇങ്ങനെ, നല്ല കുട്ടിയായിരുന്നു, ഇത്രയും നാൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നു, ഇപ്പോൾ എന്നോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പഴയ പോലെയല്ല, എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ എന്ന് നമ്മൾ പേടിക്കരുത്. പീരീഡ്സിൻ്റെ ആ ഒരു സിംറ്റംസ് ആണ് ആ സമയത്ത്. അതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുന്നത് നോർമൽ ആണെന്ന് പേരൻസ് മനസ്സിലാക്കുക. ഞാൻ ഓർക്കുകയാണ്, പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ കോളേജിൽ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ പോയി പെൺകുട്ടികൾ പാഡ്സ് ഒക്കെ ഇങ്ങനെ വളരെ രഹസ്യമായിട്ട് മേടിച്ച് പൊതിഞ്ഞ് ബാഗിനകത്തൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു. പീരീഡ്സ് എന്ന് പറയുന്നത് സംതിങ് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇന്നതൊരു നോർമലായിട്ടുള്ള കാര്യമായിട്ട് എല്ലാവരും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹൈഡ് ചെയ്ത് പീരീഡ്സിൻ്റെ പാഡ്സ് ഇപ്പം പുരുഷന്മാരും മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നു. അതിലൊന്നും യാതൊരു തെറ്റുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ത്രീകൾക്ക് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ നമ്മൾ അവബോധം കൊടുത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഹൈഡ് ചെയ്ത് വെച്ച് വലിയ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെയൊക്കെ ഒരു നോർമൽ, ഒരു ശരീരത്തിൻ്റെ, നമ്മളിപ്പോൾ ഒരു മെഡിസിൻ വാങ്ങില്ലേ മെഡിക്കൽ സ്റ്റോറിൽ പോയി, അതേ ലാഘവത്തോടു കൂടി നമുക്ക് വാങ്ങാനായിട്ട് കഴിയണം. അതിനൊക്കെ ഒരു നോർമൽ കാര്യമായിട്ട് കാണുക. ഇതൊരു പാഡാണ്, ഇറ്റ്സ് നോട്ട് എ ബോംബ്. ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്ത് കാണാൻ നമ്മൾ പഠിക്കണം. എത്ര പേർക്ക് ഞാനിത് കയ്യിൽ പിടിച്ചേക്കുന്ന കണ്ടപ്പോൾ അയ്യേ ടീച്ചറും ഇതെടുത്ത് കാണിക്കുന്നു, ഇത് മോശമല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാമോ എന്നൊക്കെ എത്ര പേർക്ക് തോന്നി? നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കും. നമ്മുടെ ചിന്താഗതികൾ മാറണം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ, നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു അനുഗ്രഹമാണ് പീരീഡ്സ്. പീരീഡ്സിനെ ശപിക്കരുത്. അയ്യോ എനിക്ക് പീരീഡ്സ് ആണ്, പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പീരീഡ്സിനെ കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുക, നശിച്ച പീരീഡ്സ് ക്യാൻസൽ അങ്ങനെ ഒക്കെ പറയുന്നവരുണ്ട്. ഒരിക്കലും പീരീഡ്സ് മോശമല്ല, നമ്മുടെ ശരീരം ഹെൽത്തി ആണ് എന്ന് കാണിക്കുന്ന ഒരു സിംറ്റമാണ് കറക്റ്റായിട്ട് പീരീഡ്സ് വരുന്നുണ്ടെങ്കിൽ. ഇതൊരു മോശം കാര്യമായിട്ട് ഒരിക്കലും കാണരുത്. ടീച്ചറമ്മ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാര്യം ഞാൻ ആലോചിച്ചു, മറ്റാർക്ക് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും? നിങ്ങൾ അമ്മയെന്നല്ലേ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒരു അമ്മയ്ക്ക് മാത്രമേ മക്കൾക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റൂ. സോ ഇതിനെയൊക്കെ വളരെ നോർമലായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. അമ്മമാരെ, നിങ്ങൾക്കുള്ള ഡൗട്ട് എങ്ങനെയാ മക്കൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നല്ലേ?
ടീച്ചറമ്മ അത് പറഞ്ഞുതരാം കേട്ടോ. സ്റ്റാർട്ട് ഏർലി, അതായത് ഫസ്റ്റ് പീരീഡ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ഒരു 7 വയസ്സ് മുതലേ തന്നെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ നോർമലാണ്. ഹാപ്പി പീരീഡ്സ്, ഹാപ്പി ആ സമയത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, എൻജോയ് ചെയ്യണം. നമ്മൾ വലിയ കുട്ടിയാവുകയാണ്, മെച്ചുർ ആവുകയാണ്, അതൊക്കെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആ പെൺകുട്ടിക്ക് ആ ഒരു സമയത്തേക്ക് ഇനി എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കണം. അല്ലാതെ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ പേടിക്കണം. പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ അറിയാലോ, അയ്യോ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്യൂടാ, കുറേ നെഗറ്റീവായിട്ടുള്ള നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അവസ്ഥ അറിയാം. അതിനേക്കാൾ കഷ്ടമായിരുന്നു നമ്മുടെയൊക്കെ അമ്മമാരുടെയൊക്കെ സമയത്തുള്ള. അപ്പോൾ ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആ സിനിമയിലൊക്കെ. ഇതുപോലെ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു നെഗറ്റീവ് കാര്യമായിട്ട് എടുക്കൽ. ഇതിനൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സാധാരണ കാര്യമായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. മക്കൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ ബയോളജിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കുഞ്ഞു മക്കൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ല. അതുപോലെ ഇതിനൊരു വളരെ എന്താ പറയുക, ഒരു ഫണ്ണായിട്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പെൺകുട്ടികൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ്റെയും സഹോദരൻ്റെയും ഒക്കെ പ്രസൻസിൽ നമുക്കിത് പറഞ്ഞു കൊടുക്കാം. കാര്യം എന്താണ്, ഇത് അവരിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല. ഇതൊരു ഫാമിലിയിൽ എല്ലാവർക്കും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു ഫാമിലിയിലെ ഒരു സാധാരണ കാര്യമായിട്ട് നിങ്ങൾ എടുക്കുക. അല്ല പെൺകുട്ടികൾക്ക് ഭയങ്കര ഓവറായിട്ട് ഇതെന്തോ വലിയ സംഭവം എന്തോ ആണെന്ന് തോന്നാത്ത ഒരു സാധാരണ കാര്യം പോലെ നോർമലായിട്ട് നിങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്യുക. അമ്മമാരെ, നിങ്ങളുടെ മക്കള് പീരീഡ്സിനെ കുറിച്ച് ഇന്റർനെറ്റിൽ നിന്നോ സ്കൂളിൽ നിന്നോ അവരുടെ ഫ്രണ്ട്സിൽ നിന്നോ ആദ്യമായിട്ട് അറിയാനിട വരരുത്. അത് നിങ്ങളിൽ നിന്നായിരിക്കണം ആദ്യമായിട്ട്. യു ഷുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ടീച്ച് ഹർ. അവളെ ആദ്യം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളായിരിക്കണം. കാര്യം ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ, ഫ്രണ്ട്സ് അറിയാലോ അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർ, അവരെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു മിഥ്യാധാരണയായിട്ട് ഇത് കിടക്കും. ഇപ്പോൾ പീരീഡ്സിന് എന്തോ ഒരു പേടിക്കേണ്ട കാര്യമായിട്ടൊക്കെ അവർ കാണും. അതുകൊണ്ട് ആദ്യം അമ്മമാർ തന്നെ വളരെ സ്നേഹത്തിൽ വിളിച്ചിട്ട് എന്തോ ഭയങ്കര സംഭവം ഡിസ്കസ് ചെയ്യുന്ന പോലെ നോർമൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ പറയില്ലേ, ആ ലാഘവത്തോടെ കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറയുക. നമ്മുടെ പെൺകുട്ടികൾ സേഫ് ആയിരിക്കുന്ന, ആൺകുട്ടികള് പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ വേണം എന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ, നിങ്ങളുടെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ, അതോ ഫ്രണ്ട്സിൽ നിന്നാണോ നിങ്ങൾ അറിഞ്ഞത്? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? ആ ഒരു സമയത്ത് നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ ഇടണം കേട്ടോ. പെൺകുട്ടികൾ ആദ്യമായിട്ട് ഋതുമതിയാകുമ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിക്കുക, കേക്ക് കട്ട് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അവൾക്ക് തോന്നണം എൻ്റെ ആ ഒരു പീരീഡ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആ ഒരു ഫസ്റ്റ് ഞാൻ ഋതുമതിയാകുന്ന ആ ഒരു സന്തോഷം വീട്ടിലൊരു ആഘോഷമാണ്. ഐ ആം പവർഫുൾ, ഞാനൊരു ശക്തമായിട്ടുള്ള, ഞാനൊരു നല്ല പെൺകുട്ടിയാണ്, ഞാൻ ഹെൽത്തിയാണ് എന്നുള്ളതിൻ്റെ സിംറ്റമാണ്. എനിക്ക് എന്താ പറയുക, നമ്മൾ ആ പെൺകുട്ടിക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്, റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അവൾ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയാണെന്നുള്ളൊരു ഗ്രേറ്റ് ഫീലിംഗ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു ചെറിയ ആക്ടിവിറ്റിയിലൂടെ. അല്ലാതെ പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് പീരീഡ്സ് ആയാലും നമുക്ക് ആരോടും പറയേണ്ട, എല്ലാവരും ഇന്ന് ഒളിപ്പിച്ച് വെക്കണം, അച്ഛനോട് പറയരുത്, അങ്ങളോട് പറയരുത്, നീ പാഡ് എടുത്തുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ കൂടെ പോരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് വെക്കാതെ നമ്മളൊരു കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് വലിയൊരു ആഘോഷമാക്കി തീർക്കണം നിങ്ങളുടെ മക്കളുടെ ഫസ്റ്റ് പീരീഡ്സ്. ടീച്ചറമ്മയ്ക്ക് 2 ആൺമക്കളാണ് കേട്ടോ, പെൺമക്കളില്ല. അപ്പോൾ ജന്മം കൊണ്ട് എനിക്ക് പെൺമക്കളുടെ അമ്മയാകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ അമ്മയെന്നല്ലേ എന്നെ വിളിക്കുന്ന എൻ്റെ മക്കളുടെ മക്കള്, നിങ്ങളുടെ പെൺമക്കൾക്ക് അങ്ങനെ അവർക്ക് ആ ഒരു ഫസ്റ്റ് പീരീഡ്സ്, അതുപോലെ അവരുടെ ആ ഒരു ഫസ്റ്റ് പീരീഡ്സ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം, എൻജോയ് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും താഴെ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. ടീച്ചറമ്മ ഞങ്ങൾ ഫസ്റ്റ് പീരീഡായി, അത് എൻജോയ് ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തു, കേക്ക് കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ചിന്താഗതികൾ മാറ്റാം, പഴഞ്ചൻ മനോഭാവങ്ങൾ മാറണം. കാര്യം പീരീഡ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പഴഞ്ചൻ തെറ്റിദ്ധാരണകൾ നമ്മുടെയൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. നമ്മുടെ പേരൻസും നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ തന്ന കുറേയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് പുതിയ കുറേയധികം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം. ഇതിനെയൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ ചോദിക്കൂ. ടീച്ചറമ്മ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്.
ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലും എല്ലായിടത്തും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇതെല്ലാ പേരൻസും, അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം. എല്ലാ പേരൻസും ഇതൊക്കെ അറിയണം. അവരവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓരോ വീടുകളിലെയും ഓരോ പേരൻസിൻ്റെയും ചിന്താഗതികൾ മാറണം. അപ്പോൾ നിങ്ങൾ മാക്സിമം പേരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഭാവിയിൽ പെൺകുട്ടികളൊക്കെ സുരക്ഷിതമായിരിക്കുന്ന ഒരു സമൂഹം, പുരുഷന്മാർ പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്ന, അവർക്ക് പീരീഡ്സ് ഒക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാകുമ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാനും അവളെ സുരക്ഷിതയാക്കി വെക്കാനും ഉള്ള, അവൾക്ക് ആ ഒരു പിന്തുണ കൊടുക്കാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു തലമുറയെ വാർത്തെടുക്കണം. ഇപ്പോഴും പല ആൺകുട്ടികൾക്കും അറിയില്ല എന്താണ് പീരീഡ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവർക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഈ കുശവന്റെ കയ്യിലെ ചെളിയില്ലേ, ചെളി, ആ ഒരു ചെളി കുഴച്ച് അദ്ദേഹത്തിന് കലമോ കുടമോ ചെടിച്ചട്ടിയോ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാം. ഇതുപോലെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു അതിനനുസരിച്ചിരിക്കും അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന മക്കൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക. ഞങ്ങൾ ഷെയർ ചെയ്തു ടീച്ചറമ്മ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് ടീച്ചറമ്മ ഇനി ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ഇടാൻ മറക്കല്ലേ.